ഇങ്ങനെ കൊണ്ടുപോകുന്നവരെ സ്വർണം തട്ടിക്കൊണ്ടുപോവുക. എയർപോർട്ടിൽ നിന്ന് പുറത്തിറന്നാൽ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകത്രേ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ തട്ടിക്കൊണ്ടുപോയവനെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുണ്ടത്രേ. അതായത് ഒരു തട്ടിക്കലല്ല, 2-3 തട്ടിക്കൽ. ഇങ്ങനെ ഈ തട്ടിക്കലേരെ കൂടി റോട്ടിലിറങ്ങി നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താവും? സംഗതി കുടുങ്ങൂലേ? 5 ആളാ മരിച്ച് ഒരു അപകടത്തിൽ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ അടിച്ചു മാറ്റിയവനെ പിടിക്കാൻ വേണ്ടി അതിനടിച്ചു മാറ്റാൻ വരിക. ഇവർ തമ്മിൽ സ്പീഡ് പോയിട്ട് കൂട്ടിമുട്ടി 5 ആളും മരിച്ചു. ഇതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരാണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. അത് പറ്റൂല കേരളത്തിൽ. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകുക, അതിൻ്റെ പിടിക്കാൻ നടക്കാൻ തമ്മിൽ തല്ലുക, എന്നിട്ട് ഇടിക്കുക, വെടിക്കുക, വെടിവെക്കുക, അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയാവുമ്പോൾ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഇത് പിടിപ്പിച്ചത്. ആരും സംശയിക്കൊന്നും വേണ്ടതിൽ. ഇനിയിപ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ട് കുറച്ച് കടത്തിയിട്ടാണ്ട് പോയി തട്ടിക്കൊണ്ടുപോച്ചാൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ന്യായമായ പ്രവർത്തനമല്ലേ? ഇതൊരു കുറ്റാണോ? കള്ളനെ പിടിക്കാൻ പാടില്ലേ? കള്ളക്കടത്തേരനെ പിടിക്കാൻ പാടില്ലേ? ക്രിമിനലിനെ പിടിക്കാൻ പാടില്ലേ? അത് പിടിക്കണ്ടേ? അതല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും വൃത്തിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ വഴിക്കാ പോവാ, നല്ല നിലയ്ക്കാ പോവാ. ആ ഗവൺമെന്റിനെ എന്തിനാ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ അജണ്ട അത്? കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തൽ ആരുടെ അജണ്ടയാ? RSS അജണ്ടയാണ്. നരേന്ദ്രമോദി, RSS ഇവരുടെ അജണ്ടയാണ് കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത്. മോഹൻ ഭഗവത്തിന്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കണം. അതാണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുന്നത്. കേരളത്തിന് ന്യായമായി തരാനുള്ള തരാതിരിക്കുക, അതാണ് നരേന്ദ്രമോദി. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് കേരള ഭരണത്തെ തടയാൻ ശ്രമിക്കുക, അതാണ് നരേന്ദ്രമോദി. അപ്പൊ കേന്ദ്ര നയം ഗവർണർമാർ ഉപയോഗിച്ച് കേരളത്തിന്റെ വികസനത്തെ തകർക്കുക, അതാണ് ഇവരുടെ നയം. ഗവർണറൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കിയത്. ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഗവർണർ ഇവിടെ നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുള്ളൂ. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ, കോൺഗ്രസ്സാ. മനസ്സിലായോ? ഈ തകരാറിനെയല്ലേ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടല്ലേ നമ്മൾ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഏറ്റവും ശക്തമായ നിലപാട് നമ്മൾ ഇവർക്കെതിരായി സ്വീകരിക്കുന്നത്. അപ്പോൾ വേറെ ചിലർ മാർക്സിസ്റ്റുകാരും RSSകാരും തമ്മിൽ കേരളത്തിൽ സഖ്യമാണ്. അത് പറയുന്നോണ്ട് തൊലി യഥാർത്ഥ തൊലിയാണോ അതോ കണ്ടാമൃഗത്തിൻ്റെ തൊലിയാണോ അതോ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ തൊലിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പറഞ്ഞവനെ കണ്ട നിങ്ങൾ നോക്കിയേക്കണേ, കയ്യുമ്മിൽ നിന്ന് പിടിച്ചു നോക്കിയേക്കണം യഥാർത്ഥ തൊലിയാണോ എന്ന് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 280-ലേറെ സഖാക്കൾ ജീവനുണ്ട് കൊടുത്തില്ലേ? ഇവിടെ 252 സഖാക്കൾ ജീവൻ കൊടുത്തല്ലേ RSSനെ കേരളത്തിന് പ്രതിരോധിച്ചത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ RSS ഉയർത്തുന്ന തെറ്റായ രാഷ്ട്രീയ നിലപാടുകളെ, അതിൻ്റെ പ്രതിലോമതയെ, അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെ ജനങ്ങളുമായി പങ്കുവെച്ച് അതിനെ ചന്ദ്രക്കുന്നിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ PV അൻവറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. കേരള പോലീസിനെ കേരള സർക്കാരിനെ വാനോളം പുകഴ്ത്തുന്നു. വിജയരാഘവൻ.